الهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. عباد الله أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തു നിന്ന് വിട പറയുന്നതിന് മുമ്പ് ദീനിന്റെ എല്ലാ മേഖലകളും പഠിപ്പിച്ച് പൂർത്തീകരിച്ചിട്ടാണ് വിട പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 3-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ നിൽക്കുമ്പോൾ ജബലുർ റുമാത്ത് എന്ന് പറയുന്ന ആ മലയുടെ ഓരത്ത് നിന്നുകൊണ്ട് 1.25 ലക്ഷം വരുന്ന സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് പ്രവാചകൻ പ്രഖ്യാപിച്ചു, ഇന്ന് ഞാൻ ഇതാ ദീന് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തി, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. എന്റെ ഉത്തരവാദിത്തം ഇതാ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബത്തിനോട് ചോദിക്കാണ്, അല്ല, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് ചോദിക്കുമ്പോ സ്വഹാബത്ത് 1.25 ലക്ഷം വരുന്ന സ്വഹാബികൾ, പ്രവാചകന്റെ അനുചരന്മാർ ഒരുമിച്ച് പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്. ഈ 1.25 ലക്ഷം വരുന്ന സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, നിന്റെ ദീനത ഞാൻ പൂർത്തീകരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ദീന് പൂർത്തീകരിച്ചു തന്നിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ പ്രവാചകൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയ, അവിടുത്തെ 500-ൽ പരം ഖുതുബകളിൽ ആവർത്തിച്ച് നമ്മെ ഉണർത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ സംസാരം പോലെയുണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്വഹാബികൾ എണീറ്റ് നിന്നിട്ട് റസൂലെ ഞങ്ങൾക്ക് ഔസിന ഉപദേശം തന്നാലും എന്ന് പറഞ്ഞപ്പോൾ വിലപ്പെട്ട ഉപദേശം കൊടുത്ത 4 ഉപദേശത്തിലും ഒരു പ്രധാനപ്പെട്ട ഉപദേശമായി കാണാൻ സാധിക്കുന്നത് കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തുകളും പുത്തനാശയങ്ങളും അത് ളലാലത്താണ്, വഴികേടാണ്. അതെല്ലാം വഴികേടുകളെല്ലാം നാശത്തിലേക്കാണ്, നരകത്തിലേക്കാണ് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അന്ന് ഉണർത്തിയതാണ് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം പുണ്യമല്ലേ, നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദീനിന്റെ വിഷയത്തിൽ പ്രവർത്തിക്കാൻ നിന്നു കഴിഞ്ഞാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഹദീസായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ ലൈസ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം പുതുതായി ഉണ്ടാക്കിക്കൊണ്ടുവന്നാൽ പ്രവർത്തിച്ചാലെന്നല്ല, ആദ്യം അത് ഉണ്ടാവുകയാണ്, പിന്നീടാണ് ബാക്കിയുള്ളവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടാക്കുകയും ചെയ്താൽ അത് തള്ളപ്പെടണം, അത് പ്രവർത്തിച്ചാലും അതും തള്ളപ്പെടണമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും, എനിക്ക് ശേഷം ഒരുപാട് ഇഖ്തിലാഫുകൾ നിങ്ങൾക്കിടയിൽ കാണാൻ സാധിക്കും, ബിദ്അത്തുകൾ കടന്നുകൂടും, അതുകൊണ്ട് നിങ്ങൾ ബിദ്അത്തിനെ സൂക്ഷിക്കണം, അഭിപ്രായ ഭിന്നതയിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. സൂറത്തു മാഇദയിലെ 3-ാമത്തെ ആയത്തിനെ വിശദീകരിക്കുമ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ആരെങ്കിലും അന്ന് ദീനല്ലാത്ത ഒരു കാര്യം ഇന്ന് ദീനായി ആചരിക്കുകയാണെങ്കിൽ ഫമാലം യകുൻ യൗമഇദിൻ ദീന ലാ യകൂനുൽ യൗമ ദീന, അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനല്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ, ഇസ്ലാമിനെ, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോ നമ്മൾ ഇവിടെ പ്രത്യേകമായി ഓർക്കേണ്ടതും സ്മരിക്കേണ്ടതുമായ, പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുമായ വിഷയം കഴിഞ്ഞ 2 ഖുതുബകളിലായി കൊണ്ട് നാം പഠിച്ചു വന്നത് പ്രവാചക സ്നേഹത്തെക്കുറിച്ചാണ്. ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചാണ്. ആ പ്രവാചകനെ സ്നേഹിച്ചതിന്റെ ഉത്തമമായ മാതൃകകൾ, ഉദാത്തമായ സഹാബത്തിന്റെ മാതൃകകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ആ സ്നേഹം എങ്ങനെയായിരിക്കണം? ഒരു റബീഉൽ അവ്വൽ 12 വരുമ്പോഴേക്ക് പള്ളികളെല്ലാം അലങ്കരിച്ച് ഈദ് മീലാദുൻ നബി എന്ന് പറഞ്ഞ ആഘോഷങ്ങൾ, അതിന്റെ പേരിൽ ബോർഡുകൾ സ്ഥാപിച്ച് ആളുകളിൽ നിന്ന് പൈസ പിഴിഞ്ഞ് അതുപോലെ തന്നെയുള്ള അനാചാരങ്ങൾ കൊണ്ടു നടന്നുകൊണ്ടാണോ ആ പ്രവാചകനെ ആദരിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്? ഒരിക്കലുമല്ല. എവിടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈദ് മീലാദുൻ നബി, പ്രവാചക സ്നേഹമെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ? നമ്മൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതിൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ ഒന്നാമത്തത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷം, അതുപോലെ തന്നെ ജനിച്ച മാസം, ജനിച്ച ദിവസം, അതായത് ആഴ്ചയിലെ ദിവസമല്ല, ഡേറ്റ് കണക്ക് നോക്കുമ്പോൾ ഇതിൽ 3-ലും അഭിപ്രായ ഭിന്നതകളുണ്ട് എന്ന് നമുക്ക് ചരിത്രങ്ങൾ പഠിപ്പിച്ചു നൽകുന്ന പണ്ഡിതന്മാർ കാണിച്ചു തരുന്നുണ്ട്. ഇഖ്തലഫ അഹ്ലുസ് സീറ ഫീ വഖ്തി മീലാദിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വഖ്ത് എന്നത്, സമയമെന്നത് അത് നിർണിതമല്ല. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ജനിച്ച വർഷത്തിൽ തന്നെ 2 അഭിപ്രായമുണ്ട്. ഹിജ്റക്ക് മീലാദ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ആമുൽ ഫീലിന്റെ അന്ന്, അതായത് 571 എന്നും ക്രിസ്താബ്ദം 571 എന്നും, അതുപോലെ തന്നെ ക്രിസ്താബ്ദം 570 2 അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏതാണ് ശരിയെന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, മാസങ്ങൾക്കിടയിൽ 5 മാസങ്ങളാണ് പണ്ഡിതന്മാർ, ചരിത്ര പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. പ്രവാചകൻ ജനിച്ച വിഷയത്തിൽ 5 മാസങ്ങൾ, വ്യത്യസ്തമായ 5 മാസങ്ങൾ പണ്ഡിതന്മാർ എണ്ണുകയാണ്. അതിലൊന്ന് മുഹറമാണ്, 2 സഫറാണ്, 3 റബീഉൽ അവ്വൽ തന്നെയാണ്, 4 ശവ്വാലാണ്, അതുപോലെ തന്നെ റമളാനാണ്. ഇങ്ങനെ 5 മാസങ്ങൾ
പണ്ഡിതന്മാർ, ചരിത്ര പണ്ഡിതന്മാർ പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഏതു മാസം എന്ന് എണ്ണുന്നിടത്ത് ഇങ്ങനെ 5 അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഇനി തീയതിയാണെങ്കിലോ റബീഉൽ അവ്വൽ ആണ് എന്ന് കരുതിയാൽ പോലും അതിൽ തന്നെയും 7 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ കാണാൻ സാധിക്കും. ഒന്ന് റബീഉൽ അവ്വൽ 2-നാണെന്നും 8-നാണെന്നും 9-നാണെന്നും 12-നാണെന്നും 17-നാണെന്നും 18-നാണെന്നും 7 അഭിപ്രായങ്ങൾ. റബീഉൽ അവ്വലിൽ മാത്രം ഒരു വിഷയം. ഇങ്ങനെ അഭിപ്രായ ഭിന്നതകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് റബീഉൽ അവ്വൽ 12-ന് മാത്രം ഒരു ആഘോഷം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ആകെ വ്യക്തമായിട്ടുള്ളത് എന്താ ഉള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം എന്നതിൽ ആകെ വ്യക്തമായിട്ടുള്ളത് പ്രവാചകൻ തിങ്കളാഴ്ച ദിവസമാണ് ജനിച്ചു എന്നത് മാത്രം ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അത് തന്നെ മതി നമുക്ക് ഈ കാണുന്ന ഈദ് മീലാദുൻ നബി റബീഉൽ അവ്വൽ 12-ന് ആഘോഷം അത് ഇസ്ലാമികമല്ല എന്ന് തെളിയിക്കാൻ ഈ ഒരൊറ്റ കാരണം മാത്രം മതി. പ്രവാചകന്റെ ജനനത്തിനും അതുപോലെ തന്നെ ആ ഡേറ്റിനും ഇത്ര കണ്ട് പ്രസക്തിയുണ്ട് എങ്കിൽ, അത് ആഘോഷിക്കേണ്ടതാണ് എങ്കിൽ ആ പ്രവാചകൻ അത് പഠിപ്പിച്ചു തരണ്ടേ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ആ ഡേറ്റിനെ കൃത്യമായി നിർണയിച്ചു നൽകണമല്ലോ. അറഫ ദിവസം എന്താണെന്നറിയാം, അതുപോലെ തന്നെ അറഫയുടെ നോമ്പെടുക്കേണ്ടതെന്ന് എന്നറിയാം, അതുപോലെ തന്നെ മുഹറത്തിന്റെ 9ഉം 10ഉം നോമ്പിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു. ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിൽ പുണ്യമായി പഠിപ്പിച്ച എല്ലാ കാര്യത്തിനും കൃത്യമായ ഡേറ്റുകൾ നമുക്ക് പഠിപ്പിച്ചു, സമയവും പഠിപ്പിച്ചു, ദിവസവും പഠിപ്പിച്ചു, മാസവും പഠിപ്പിച്ചു, വർഷവും പഠിപ്പിച്ചു, അതിന്റെ തുടക്കത്തിന്റെ വർഷവും പഠിപ്പിച്ചു. എന്നാൽ ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു നന്മയുള്ള കാര്യമാണെങ്കിൽ, എന്തുകൊണ്ടത് ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് കൃത്യമായ ക്ലിപ്തമായ ഒരു സംഭവം അതിലില്ല? വർഷത്തെക്കുറിച്ചില്ല, മാസത്തെക്കുറിച്ചില്ല, ഡേറ്റിനെ കുറിച്ചില്ല. ഇങ്ങനെ എല്ലാത്തിലും അഭിപ്രായ ഭിന്നത വന്നത് തന്നെ ഇത് ഇസ്ലാമിൽ യാതൊരു പ്രമാണവുമില്ല എന്ന് തെളിയിക്കാനുള്ള കാരണമാണ്. മാത്രമല്ല പ്രവാചകൻ ആ ജനിച്ച ദിവസത്തിൽ എന്താണ് ചെയ്യാൻ പഠിപ്പിച്ചത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുഇല അൻ സൗമി യൗമിൽ ഇത്നൈൻ, തിങ്കളാഴ്ച ദിവസത്തിന്റെ നോമ്പിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോ പ്രവാചകൻ പറഞ്ഞത് ദാക യൗമുൻ ഉലിദതു ഫീഹി, അന്നേ ദിവസമാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. വയൗമൻ യുബഅസു, ഞാൻ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകിയതും വഉൻസില അലയ്യ ഫീഹി, ആ ദിവസത്തിലാണ് എനിക്ക് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇറങ്ങിയത് എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ ആകെ തിങ്കളാഴ്ച ദിവസമാണ് പ്രവാചകൻ ജനിച്ചത് എന്നതിൽ ഏകാഭിപ്രായമുള്ളത് അത് മാത്രമാണ്. അതിൽ തന്നെയും ചെയ്യാൻ പഠിപ്പിച്ച കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് തിങ്കളാഴ്ച ദിവസം സുന്നത്തായി നിങ്ങൾ നോമ്പെടുക്കുന്നത്, അതിന് ലോകാവസാനം വരെ എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കുക എന്നത് മാത്രമാണ് സുന്നത്തായി പഠിപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ അതിന്റെ അപ്പുറം ഒരു തോരണം കെട്ടലോ പള്ളി അലങ്കരിക്കലോ അങ്ങനെയുള്ള ഒരു ആഘോഷവും നമുക്ക് കാണുക സാധ്യമല്ല എന്ന് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇനി രണ്ടാമത്തത് എന്താണ്? ഈദ് മീലാദുൻ നബി ആഘോഷിക്കാൻ പാടില്ല, ഇന്ന് കാണുന്ന ഇത്തരം ആഘോഷങ്ങൾ അത് ബിദ്അത്താണ് എന്ന് പറയാനുള്ള രണ്ടാമത്തെ കാര്യം, അത് പുത്തനാചാരമായി പ്രവാചകന്റെ കാലത്തില്ലാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദീന് പൂർണ്ണമായി പഠിപ്പിച്ചു തന്നിട്ടാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നഹു ലൈസ ശൈഉൻ യുഖദ്ദിബുകും ഇലൽ ജന്ന ഇല്ലാ ഖദ് അമർതുകും ബിഹി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതൊരു കാര്യവും അത് നിസ്സാരമാകട്ടെ എത്ര ചെറുതാകട്ടെ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാതെ വിട്ടേച്ചു പോയിട്ടില്ല. വലൈസ ശൈഉൻ യുഖദ്ദിബുകും ഇലന്നാർ ഇല്ലാ ഖദ് നഹൈതുകും അൻഹു. നരകത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന ഏതേത് ചെറിയ തെറ്റുകളുണ്ടോ അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് താക്കീത് ചെയ്യാതെയും ഞാൻ വിട്ടേച്ചു പോയിട്ടില്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, ഇത്ര വലിയ പുണ്യമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഈ ഒരു ഈദ് മീലാദുൻ നബിക്ക് ഇത്ര വലിയ ആഘോഷമായി ഇവർ കൊണ്ടു നടക്കുന്ന ഈദ് മീലാദുൻ നബി പ്രവാചകൻ അറിഞ്ഞിട്ടില്ല എന്നാണോ? അല്ലെങ്കിൽ ആ പ്രവാചകൻ മറച്ചു വച്ചു എന്നാണോ? അല്ലെങ്കിൽ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന ഈ ഒരു നന്മ അത് പ്രവാചകൻ മറന്നുപോയി എന്നാണോ ഇവർ വാദിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഈദ് മീലാദുൻ നബി എന്നത് അത് ഇസ്ലാമികമല്ല എന്നതിനുള്ള രണ്ടാമത്തെ തെളിവ് തന്നെ റസൂൽ കരീം ദീന് പൂർത്തീകരിച്ചിട്ടാണ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞിട്ടുള്ളത്. ആ പൂർത്തീകരിച്ച ദീനിൽ അന്ന് കാണാൻ സാധ്യമല്ല. ഇന്ന് ആഘോഷിക്കുന്ന ഈദ് മീലാദുൻ നബി എന്ന് പറയുന്ന ഇത്രയും ഗംഭീരമായി ആഘോഷിക്കുന്ന ഈ ഒരു ആഘോഷം ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ആചരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു,
പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹു പറയാണ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നത്, പഠിപ്പിച്ചു തന്നത്, അത് നിങ്ങൾ എടുത്തുകൊള്ളുക, സ്വീകരിച്ചു കൊള്ളുക. വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണോ നിങ്ങളോട് വിരോധിച്ചത് അതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുക. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ വിരോധിച്ചത് എന്താ? മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. പ്രവാചകൻ പഠിപ്പിച്ചു തരാത്ത ഒരു കാര്യം നല്ലതാണ് എന്ന് പറഞ്ഞ്, ദീനാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടണമെന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, താക്കീത് നൽകിയത്. എങ്കിൽ ആ താക്കീതിനെ നമ്മൾ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഇത്തരം ഈദ് മീലാദുൻ നബിയെ തള്ളാനാണ്, ഇത്തരം പുത്തനാചാരങ്ങളെ മാറ്റി നിർത്താനാണ് നാം ശ്രമിക്കേണ്ടത്. മൂന്നാമത്തത്, സഹാബത്ത് ചെയ്തിട്ടില്ല. എങ്ങനെയുള്ള സഹാബത്ത് എന്നറിയോ? എന്നെയും നിങ്ങളെയും പോലെയുള്ള സഹാബത്തല്ല. സഹാബത്തിനെ കുറിച്ച് ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആദ്യ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ പോയതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്ന സമയത്ത്, ഐ ഖൗമിൻ വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂകി വഖഫ്തു അലാ ഖിസ്റ വകൈസറ വന്നജാശി. അദ്ദേഹം പറയാണ്, ഞാൻ നജാശി രാജാവിന്റെ അടുത്തും ഖിസ്റയുടെയും കൈസറിന്റെയും ഒക്കെ രാജാവിന്റെ അടുത്തും പോയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നപ്പോൾ കണ്ട അത്ഭുതത്തെ കുറിച്ച് അദ്ദേഹം പറയാണ്, വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ. അദ്ദേഹം പറയാണ്, ഞാൻ എത്ര രാജാക്കന്മാരുടെ അടുക്കലാണ് പോയത്. ആ രാജാക്കന്മാരുടെ പ്രജകൾ ആ രാജാക്കന്മാരെ ആദരിക്കുന്നതിനേക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകന്റെ അനുചരന്മാർ ആ പ്രവാചകനെ ആദരിക്കുന്നത് പോലെ, ബഹുമാനിക്കുന്നത് പോലെ ഒരു രാജാവിനെയും ആദരിക്കുന്നതായി ബഹുമാനിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന്. തീർന്നില്ല, അതിനേക്കാൾ വലിയ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, കൈഫ കാന ഹുബ്ബുകും ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനോടുള്ള ഇഷ്ടം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, കാന വല്ലാഹി ഉഹിബ്ബു ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബാഇനാ വഉമ്മഹാതിനാ വമിനൽ മാഇൽ ബാരിദി അലാ ളമ. അദ്ദേഹം പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ ഉപ്പയേക്കാൾ, ഉമ്മയേക്കാൾ നാം ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരല്പം തണുത്ത വെള്ളം കിട്ടിയാൽ ആ തണുത്ത വെള്ളം കിട്ടുന്നതിനേക്കാൾ നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ഇഷ്ടപ്പെടുന്നതും ആ സമയത്തൊരു വിശന്ന് ദാഹിച്ചു വലഞ്ഞു നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു വെള്ളത്തിന് വല്ലാത്തൊരു സ്വാദാണ്, അപ്പോൾ ഒരു വല്ലാത്തൊരു ആനന്ദമാണ്. അതിനേക്കാൾ ആനന്ദമാണ് നമുക്ക് നമ്മുടെ പ്രവാചകനെ സ്നേഹിക്കുന്ന വിഷയത്തിലെന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ആ സ്വഹാബികൾ ആദരിച്ചിട്ടില്ല. ആ സഹാബികൾ പ്രവാചകന്റെ മേലുള്ള സ്നേഹമെന്ന് പറഞ്ഞ് റബീഉൽ അവ്വൽ വരുമ്പോൾ അതിന്റെ 12ന്റെ അന്ന് പ്രത്യേകമായ ചോറുകൾ വെച്ച് വിളമ്പിയോ പ്രത്യേകമായ പാരായണങ്ങൾ നടത്തിയോ പ്രവാചകനെ സ്നേഹിച്ചതായിക്കൊണ്ട് പ്രവാചകന്റെ വഫാത്തിന് ശേഷം പോലും നമുക്ക് കാണുക സാധ്യമല്ല. പ്രവാചകന്റെ 9 പത്നിമാരാണ് പ്രവാചകന്റെ വഫാത്തിന് ശേഷം ജീവിച്ചിരുന്നത്. അവിടുന്ന് ഒരു വർഷത്തിൽ പോലും പ്രവാചകന്റെ ആ ജന്മദിനമെന്ന് പറഞ്ഞ് ആചരിച്ചതായി ആഘോഷിച്ചതായി നമുക്ക് കാണുക സാധ്യമല്ല. ഇനി ഇസ്ലാമിൽ ജന്മദിനവും ചരമദിനവും അത് ആഘോഷിക്കലും ആചരിക്കലും എന്നത് ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നിട്ടില്ല. ജന്മദിനത്തിന്റെ പേരിൽ ഒരു ബർത്ത്ഡേ ആഘോഷം ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇന്ന് ആളുകൾ വ്യാപകമായി അതിന്റെ വിഷയത്തിൽ പിന്നാലെയാണ്. കേക്കുകൾ അറുത്തും അതുപോലെ തന്നെ ആഘോഷങ്ങൾ വെച്ചും പാർട്ടികൾ വെച്ചും, ഇത് സാന്ദർഭികമായി പറയട്ടെ, നമ്മുടെ മുസ്ലിമീങ്ങൾക്കിടയിൽ അത് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രത്യേകമായി പാട്ടുകൾ ഉണ്ടാക്കുന്നു, പ്രത്യേകമായി വീഡിയോകൾ തരപ്പെടുത്തുന്നു. അതിന് എത്രത്തോളം എന്ന് വെച്ചാൽ ഓരോ വയസ്സ് കൂടുന്നതിനനുസരിച്ച് കേക്കിന്റെ തട്ടുകൾ, നിലകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അങ്ങനെ വരെ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് മുസ്ലിം സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് പ്രവാചകന്റെ മേലുള്ള ബർത്ത്ഡേ ആഘോഷം ഇസ്ലാം പഠിപ്പിച്ചിട്ടുമില്ല എന്ന് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന ആണ്ടുനേർച്ചകൾ അതും ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല.
ഓരോ വർഷവും മരിച്ചതിന്റെ പേരിൽ ആണ്ട് നേർച്ചകൾ നടത്തുക. അങ്ങനെ ജനിച്ചതിന്റെ പേരിലോ മരിച്ചതിന്റെ പേരിലോ ഒരാഘോഷമോ ഒരാചാരമോ ആവർത്തിച്ചു വരുന്ന ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ? പ്രവാചകനെ സ്നേഹിക്കലല്ലേ, മദ്ഹ് പറയലല്ലേ എന്ന് പറഞ്ഞ് പ്രവാചകന്റെ മദ്ഹ് പറയുന്നതിന് മുജാഹിദുകൾ അല്ലെങ്കിൽ സലഫികൾ എന്ന് പറയുന്നവർ എന്തിനാണ് ഇടങ്ങേറി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോ സഹോദരന്മാരെ, അവരോട് പറയാനുള്ളത്, പ്രവാചകനെ സ്നേഹിക്കാനും പ്രവാചകനെ മദ്ഹ് പറയാനും ഇവിടെ ആരും എതിരല്ല. അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണകളെ മാറ്റണം. പ്രവാചകന് മേലുള്ള സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണമെന്നാണ് നാം പറയാറുള്ളത്. അതുപോലെ തന്നെ പ്രവാചകനെ സ്നേഹിക്കണമെന്നാണ് കഴിഞ്ഞ ഖുതുബകളിൽ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ പ്രവാചകനെ ആദരിക്കണം, ബഹുമാനിക്കണം. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താണ്? നമ്മുടെ നാടുകളിൽ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ അത് പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥത്തിൽ പ്രവാചകനെ വാഴ്ത്തലോ പുകഴ്ത്തലോ മാത്രമല്ല, അതിന്റെ അപ്പുറം പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികൾ പോലും, ശിർക്കൻ വരികൾ പോലും നമുക്കതിൽ കാണാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം വ ഇന്നമാ അന അബ്ദുഹു ഫഖൂലു അബ്ദുല്ലാഹ് വറസൂലുഹു. പ്രവാചകൻ അന്ന് പറഞ്ഞു വെച്ചതാണ്. ഈസാ അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ വാഴ്ത്തരുത്, പുകഴ്ത്തരുത് എന്നാണ്. എന്താണ് ക്രിസ്ത്യാനികൾ ചെയ്തത്? അവർക്ക് അവരുടെ മതവുമായി ജീവിക്കാം, അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാം, അതിലൊന്നും പ്രശ്നമല്ല. പക്ഷേ പ്രവാചകൻ അന്ന് പറഞ്ഞു വെച്ചു, ഈസാ നബി ഒരു പ്രവാചകനായിരുന്നു. ആ പ്രവാചകനെ പിന്നെ ദൈവമായി കൽപ്പിക്കുകയും ദൈവപുത്രനായി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ അവരോട് തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഈസാ അലൈഹിസ്സലാമിനോട് തന്നെ നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ വിശ്വാസങ്ങൾ മാറിപ്പോയി എന്നതാണ് ചരിത്രം വായിക്കുമ്പോൾ. അല്ല, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അതുപോലെ നിങ്ങൾ ആകരുത്, ആദരവും ബഹുമാനവും പറഞ്ഞ് അവസാനം ആരാധനയിലേക്ക് എത്തരുത് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ കാരണങ്ങളാൽ തന്നെയും പ്രവാചകനോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു ഈദ് മീലാദുൻ നബി എന്ന് പറയുന്ന റബീഉൽ അവ്വൽ 12 കാണുന്ന ഇന്നത്തെ പുത്തനാചാരങ്ങൾ അത് ഇസ്ലാമികമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ പ്രവാചകനെ സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. എന്നാൽ റബീഉൽ അവ്വൽ 12 മാത്രം ഒതുങ്ങുന്ന ഒരു സ്നേഹമോ ബഹുമാനമോ ആദരവോ അല്ല ഒരു മുസ്ലിമിനുണ്ടാകേണ്ടത്. 24 മണിക്കൂറും ആയുസിന്റെ അവസാനവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ടായിരിക്കണം നാം മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് രഹസ്യവും പരസ്യവും നന്നാക്കിക്കൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. മുൻഗാമികളായ പണ്ഡിതന്മാർ പുത്തൻ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഗൗരവം പഠിപ്പിക്കുമ്പോൾ മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ശ്രദ്ധേയമായ ഒരു വാചകം, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ. ഇബ്ലീസിനെ നമ്മൾ തെറ്റു ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം പുത്തൻ ആചാരങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത്. അൽ ബിദ്അത്തു ഉഹിബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ. ഒരു തെറ്റ് ചെയ്യുന്നതിനേക്കാൾ, ഞാനും നിങ്ങളും ഒരു മോശപ്പെട്ട കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുന്നു, ആ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇബ്ലീസ് ഇഷ്ടപ്പെടുന്നത് എന്താണ്? നമ്മൾ ദീനിന്റെ പേരിൽ ഒരു ബിദ്അത്ത് പുത്തനാചാരം ചെയ്യുക എന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്താണ് അതിനുള്ള കാരണം? ഫൽ മഅസിയതു യുതാബു മിൻഹാ. തെറ്റാണെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ പറയും ചെയ്യേണ്ടിയില്ലായിരുന്നു.
നമ്മുടെ മനസ്സിലൊരു കുത്തുണ്ടാവും, സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കുത്തുണ്ടാകും. അത് ചെയ്തത് മോശമായിപ്പോയി, ഞാനിപ്പോ ഏതായാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന ഒരു കുത്തുണ്ടാവും. അതിന്റെ പേരിൽ എന്തുണ്ടാവും? തൗബയും ഉണ്ടാകും. അത് തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും നമ്മളൊന്ന് ചെയ്യുന്നത്. ചെയ്തു കഴിഞ്ഞാലോ ആ തെറ്റിൽ ഖേദമുണ്ടാകും. ആ ഖേദം തന്നെയാണ് അന്നദുമു തൗബ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ തൗബയുണ്ടാകുമെന്നത് ഉറപ്പാണ് തെറ്റായ കാര്യം. അപ്പോ പിശാച് അവിടെ പരാജയപ്പെടുകയാണ്. എന്നാൽ ബിദ്അത്തിന്റെ അവസ്ഥയോ വൽ ബിദ്അതു ലാ യുതാബു മിൻഹാ, ഒരു പുത്തൻ ആചാരം ചെയ്യുമ്പോ അവൻ എന്ത് ഉദ്ദേശത്തിലാണ് ചെയ്യണത്? ഇതെനിക്ക് പ്രതിഫലം കിട്ടണം, അള്ളാഹു എനിക്ക് ഇതിൽ നിന്ന് പ്രതിഫലം നൽകണം, മരിച്ചു പോകുമ്പോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. ഇതൊക്കെയാണ് ആ ബിദ്അത്ത് ചെയ്യുമ്പോൾ, ദീനിന്റെ പേരിൽ ഒരു പുത്തനാചാരം ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന വ്യക്തി കാംക്ഷിക്കുന്നത് അതാണ്, നന്മയാണ്. നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണ് അയാൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു തെറ്റായി മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ തൗബ ചെയ്ത് മടങ്ങുകയോ ചെയ്യുകയില്ല എന്നത് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ബിദ്അത്ത് ചെയ്യിക്കുക എന്നതാണ് പിശാചിന് ഒരു മാസിയത്ത് തെറ്റ് ചെയ്യിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം എന്ന് മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മഹാനായ ഹുദൈഫത്ത് ഇബ്നു അൽ യമാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം താബിഈകളുമായി ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം 2 കല്ലെടുക്കുകയാണ്. 2 കല്ലെടുത്ത് ചേർത്ത് പിടിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ്, ഇതിനിടയിലൂടെ നിങ്ങൾക്ക് വെളിച്ചം കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന്. 2 ചെറിയ കല്ലുകൾ എടുത്ത് അത് 2 ചെറിയ കല്ലുകൾ ചേർത്ത് വെച്ചിട്ട് അവരോടിങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ 2 കല്ലുകൾക്കിടയിൽ നിങ്ങൾക്ക് എത്ര പ്രകാശമാണ് കാണാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാണ്, വളരെ കുറച്ച് മാത്രമേ കാണാൻ സാധിക്കുന്നു. യാ അബാ അബ്ദില്ലാഹ് മാ നറാ ബൈനഹുമാ മിനൻ നൂരി ഇല്ലാ ഖലീൽ, അതിനിടയിൽ വളരെ കുറച്ച് നൂറ് മാത്രം, പ്രകാശം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് അവർ പറഞ്ഞ് മറുപടി പറഞ്ഞപ്പോൾ മഹാനായ ഹുദൈഫത്ത് ഇബ്നുൽ യമാനി റളിയല്ലാഹു അൻഹു അവർക്ക് തിരിച്ചു പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപനം വളരെ ശ്രദ്ധേയമായി. ശ്രദ്ധിച്ചു കേൾക്കുക. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലതൽഹറുന്ന അൽ ബിദ്ഉ ഹത്താ ലാ യുറാ മിനൽ ഹഖ് ഇല്ലാ ഖദ് മാ തറൗന മാ ബൈന ഹാദൈനിൽ ഹജറൈൻ മിനൻ നൂർ. നിങ്ങൾ ഈ 2 കല്ലുകൾക്കിടയിൽ കണ്ട ആ ഒരു വെളിച്ചമുണ്ടല്ലോ, അതായിരിക്കും അവസാനം ഹക്കായി ബാക്കിയാവുക. അത്രയേറെ ബിദ്അത്തുകൾ വ്യാപിക്കും. എന്നിട്ട് ബിദ്അത്തുകൾ അത് ദീനായി ആചരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. എന്നിട്ട് അതിനിടയിൽ വളരെ കുറച്ച് ഹക്കുകൾ മാത്രമേ കാണാൻ സാധ്യമാവുകയുള്ളൂ എന്ന് അദ്ദേഹം പറയണം. എന്നിട്ട് തീർന്നില്ല, വല്ലാഹി അല്ലാഹുവാണ് സത്യം എന്ന് പറഞ്ഞ് ബിദ്അത്തിന്റെ വ്യാപനത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഇദാ തുരിക മിൻഹാ ശൈഉൻ, ഏതെങ്കിലും ഒരു ബിദ്അത്തിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ, അതിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ആളുകൾ എന്ത് പറയുന്നറിയോ? തുരിക്കത്തി സുന്ന, അവൻ സുന്നത്തിനെ ഒഴിവാക്കിയിരിക്കുന്നു, പ്രവാചകന്റെ ചര്യയെ ഒഴിവാക്കി. ഏതാ? ബിദ്അത്തിനെ മാറ്റി നിർത്തിയാൽ സുന്നത്തിനെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ആളുകൾ പറയുന്നു. അവൻ പുത്തൻവാദിയാണ് എന്ന് പറയുന്ന ഇന്ന് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈദ് മീലാദുൻ നബി എന്ന് പറയുന്ന ബിദ്അത്ത്, അത് ബിദ്അത്താണെന്ന് പറയുകയും അത് ആചരിക്കാൻ പാടില്ല എന്ന് സമൂഹത്തിനെ ഉത്ബോധിപ്പിക്കുമ്പോൾ ആ പറയുന്ന ആളുകൾ സുന്നത്തിനെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയുന്നിടത്തേക്ക് ഇന്ന് കാലം മാറിയിരിക്കുകയാണ്. ആ രൂപത്തിൽ ബിദ്അത്ത് വ്യാപകമായിരിക്കുന്നു. ബിദ്അത്തിനെ സുന്നത്തായ ആളുകൾ മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ഗൗരവമേറിയ വിഷയം നമ്മൾ മനസ്സിലാക്കുകയും ബിദ്അത്തിനെ മാറ്റി നിർത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു നൽകുന്നു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ യുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹു പറയാണ്, അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയ്ക്ക് വിരുദ്ധമായി കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അതിൽ പിന്തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, അങ്ങനെ എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ, അവർ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമാകാതെ എതിര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് അവർക്കൊന്നുകിൽ ഫിത്ന ബാധിക്കുന്നുണ്ട്, ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷ വരാനിരിക്കുന്നു എന്നാണ്. കാരണം ഈ ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ നാളെ പാരത്രിക ലോകത്തെത്തുമ്പോൾ ഹൗദുൽ കൗസറിന്റെ വെള്ളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കോരിക്കൊടുക്കാൻ നിൽക്കുന്ന സമയം, ആ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി അതിന്റെ അടുക്കലേക്ക് പോകുന്ന സമയം അള്ളാഹു ഒരു ഹിജാബ് ഇടുന്നു.
ഒരു മറയിടും. അവർക്കതിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. പ്രവാചകൻ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, എന്റെ അനുചരന്മാരാണ്, ഞങ്ങൾക്ക് വിട്ടു നൽകണം എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമെന്നാണ്, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക. പ്രവാചകരെ, താങ്കളുടെ മരണശേഷം, വഫാത്തിന് ശേഷം അവർ ഈ ദീനിൽ എന്തൊക്കെ പുതുതായി കടത്തിക്കൂട്ടിയെന്ന് താങ്കൾക്കറിയില്ല. അതായത് പുത്തൻ ആചാരക്കാരെ, ബിദ്അത്തിന്റെ കക്ഷികളെ അല്ലാഹു ഹൗദുൽ കൗസറിൽ നിന്ന് തടയുമെന്നാണ്. ആ സമയത്ത് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ചെയ്യുമെന്നറിയോ? അത്തരം ആളുകളോട് പറയും, സുഹ്കൻ സുഹ്കൻ ലിമൻ ഗയ്യറ ബഅദി. എനിക്ക് ശേഷം ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയ ആളുകളെ നിങ്ങൾ വിദൂരത്ത് പോയിക്കോളൂ എന്ന് പ്രവാചകൻ ആട്ടി ഓടിക്കുന്ന ഒരു ദുരവസ്ഥ നാളെ പാരത്രിക ലോകത്ത് വരാനിരിക്കുന്നു എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാനും ബാത്തിലിൽ നിന്ന് വിട്ടുനിൽക്കുവാനും അല്ലാഹു നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിയായതിനെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്വീകരിക്കുവാനും ബിദ്അത്തായ പുത്തൻ ആചാരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി ഏറ്റവും നല്ല ശരിയായ മാർഗത്തിൽ മുന്നോട്ട് പോകാനും നാം പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്ത നന്മകൾ സ്വാലിഹായ സൽക്കർമ്മങ്ങളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب.